വാട്സപ്പ് ഗെയിമേഴ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് പിന്നെ ഹലോ നെയ്ബർ 2 ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസം ഇല്ലായിരുന്നു ഗൈസ്, പരീക്ഷയൊക്കെ ആയിരുന്നു. പിന്നെ നിങ്ങളുടെ ആരുടെയും സപ്പോർട്ടില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ പിന്നെ ശാലോസം നിർത്തി വെക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അതാണ് ഞാൻ പിന്നെ എന്നെ അങ്ങോട്ട് കാണാൻ ഇനി തൊട്ട് ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഞാൻ വരുവാണ് ഗൈസ് ഒന്നുകൂടെ. അപ്പം ഐ ആം ബാക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് പിന്നെയും ഹലോ നെയ്ബർ 2 ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഹലോ നെയ്ബറിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഗൈസ്. ഇത് തേർഡ് പാർട്ടെങ്ങാണ്ടോ ആണ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. റോഡ് ടു 500K ആണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ ഗൈസ് അന്ന് നമ്മൾ ഹലോ നെയ്ബറിൻ്റെ വീട്ടിൽ കയറിയായിരുന്നു ഗൈസ്. പിന്നെ ഇന്നും ചില പണിയുണ്ട് ഗൈസ്. നമ്മുടെ കയ്യിലെല്ലാം പെയിൻ്റൊക്കെ ഇരിപ്പുണ്ട് ഗൈസ്. ഓ കണ്ട് ഗൈസ്, കണ്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്നിട്ട് ചാടാം. ഓക്കെ, നമ്മൾ വെളിയിൽ ചാടിയിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് കൂടെ ഒന്ന് ഷോർട്ട് കട്ട് വീഴ്ച നമുക്ക് ഇതിലേക്ക് കൂടെ മേളിൽ വരെ ഒന്ന് പോകണം. അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ തപ്പിയാൽ എന്തെങ്കിലുമൊക്കെ ക്ലൂ കിട്ടും. ചിലപ്പോൾ ഇതിലേക്ക് കൂടെ വരും. ഹലോ നെയ്ബർ തങ്കച്ചേട്ടൻ, തങ്കച്ചേട്ടനാണ് ഗൈസ്. പുള്ളിയെ ഇവിടെ കാണുന്നില്ലടാ, മേളിലുണ്ടാകുമെന്ന് അറിയത്തില്ല. പോയി നോക്കാം. കണ്ടു ഗൈസ്, കണ്ടടാ. നമുക്കപ്പോൾ എപ്പോൾ കണ്ടാലും വെളിയിൽ ചാടിയിട്ട് നമുക്ക് ഇതിലേക്കൂടി ഷോർട്ട് കട്ട് വീഴ്ച വരണം. അപ്പോൾ പുള്ളിക്കാരൻ പിടിക്കത്തില്ലടാ. നമുക്ക് ഇവിടെ പാത്തിരിക്കാടാ. നമ്മളന്ന് താക്കോലിട്ട് ഇവിടെ തുറന്നതാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഒളിത്താവളം. പുള്ളിക്കാരൻ്റെ വീട്ടിൽ തന്നെ ആണടാ, പക്ഷേ ഇതാണ് നമ്മുടെ ഒളിത്താവളം. പുള്ളിക്കാരൻ ഇവിടെ അതുകൊണ്ട് ഗൈസ് മേളിൽ കൂടെ നടക്കുന്നുണ്ടാടാ. മേളിൽ കൂടെ നടക്കുന്നുണ്ട്. പുള്ളിക്കാരൻ സ്റ്റെപ്പ് ഇറങ്ങി താരോട്ട് വന്നു. നമ്മളെ കണ്ടോ? ഇനിയും ഇവിടെ വരുന്നുണ്ടോ? ഇപ്പുറത്തോട്ട് വരുന്നുണ്ടാ. ഓ പോയി ഗൈസ്, നമുക്ക് മേളിലോട്ട് പോവാം. ഓ ശബ്ദം കേൾക്കുന്നുണ്ട്. ഫ്ലോറെ ക്രാക്ക് വീഴുന്നുണ്ട് ഫുള്ളും. ഇതാടാ ഓക്കെ. ആ പുള്ളിക്കാരൻ്റെ ഒരു ഫോട്ടോ ഉണ്ടറാ. ഓ ഇതെന്തുവാടാ? നമ്മൾ ഫോട്ടോ എടുത്ത് കൊടുക്കുവാണെന്ന് തോന്നുന്നു. ഓ ആ കൊച്ചിൻ്റെ മുഖത്തിലൊരു ഇതുണ്ട് ഗൈസ്, ഒരു പേടി. പെട്ടെന്ന് കാറ്റൊക്കെ വന്നടാ, മഴയും കാറ്റും വന്നു. ഓ സ്വപ്നമായിരുന്നടാ, സ്വപ്നമാണടാ നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നേ. ഇത് മറ്റേ ആ പട്ടാളക്കാരനാണ്, വെടിവെച്ചുകൊണ്ടിരിക്കുവാണ്. പുള്ളി പട്ടാളത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു. നമ്മുടെ ഫുള്ളും നിരീക്ഷിക്കുവാണ് ഗൈസ്. നമ്മൾ ഫുള്ളും CCTV നമ്മൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ ദിവസം നല്ല കുഴപ്പമില്ല, നല്ല ദിവസമാണ്. ഓ ഇവിടെ എന്തൊക്കെയോ പോലീസൊക്കെ വന്ന് മറ്റേ ആ സ്റ്റോപ്പിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. എന്തോ സേഫ്റ്റിയുടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. അതൊന്നും നമുക്ക് കാര്യമാക്കണ്ടടാ. നമുക്കിപ്പം ഗൈസ്, പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ലൈക്ക് ടാർഗറ്റ് പറഞ്ഞോ ഗൈസ്? ഓർക്കുന്നില്ല ഗൈസ്. ഇന്നത്തെ വീഡിയോ ലൈക്ക് ടാർഗറ്റ് ഗൈസ് പറഞ്ഞില്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് ഗൈസ് 7000K ആണ് ഗൈസ്. ലൈക്സ് പ്ലീസ് ഡു ലൈക്സ് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. റോഡ് ടു 500K ആണ് ഗൈസ്. ഇടയ്ക്കൊരു അവധി കിട്ടിയോണ്ടാണ് ഗൈസ്. 2 ദിവസത്തെ ആ ലീവ് കിട്ടിയോണ്ടാണ് അവധിക്ക്. ഇന്ന് ശനി, നാളെ ഞായറേ. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് വീഡിയോ ഇടാമെന്ന് വെച്ചു. മാക്സിമം നമ്മുടെ വീഡിയോ ഒക്കെ നന്നായിട്ട് ആക്കൂടാ. നമ്മുടെ ജോലിയെല്ലാം കൃത്യമായിട്ട് ചെയ്യും. നിങ്ങളുടെ ജോലിയല്ലേ ഗൈസ്, ഒരു ലൈക്കൊക്കെ തരണം. അതും കൂടെ ഒന്നും ചെയ്താൽ അല്ലേ. ഓക്കെ,
നല്ല സൂര്യനൊക്കെ ഉണ്ടാ. ഓ ഓക്കെ ഓക്കെ, നമ്മൾ വീടിൻ്റെ പുറകിലാണെന്ന് തോന്നുന്നു. അത് ഫ്രണ്ട് ആണോ ഗൈസ്? ഫ്രണ്ടാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. ആ ഫ്രണ്ടാണെന്ന് തോന്നുന്നു. അല്ല പുറകായിരിക്കും. യെസ് പുറകാണ്. ആ മിലിറ്ററിക്കാർ ഇവിടെ എവിടെയും കാണാം. നമ്മൾ CCTV കണ്ടപ്പം പുറത്ത് എവിടെ നിൽക്കുവാണെന്നാ പുള്ളിക്കാരൻ. നമുക്കിൻ്റെ മണ്ടയ്ക്ക് വലിഞ്ഞ് കയറണോടാ. ഇവിടെ എന്തൊക്കെയോ പരിപാടിയുണ്ട്. ഓ പുള്ളി വന്നെന്ന് തോന്നടാ. ചാടണം, ചാടാം. യെസ് യെസ് എടാ ചാടിയിട്ടുണ്ട്. ഇവിടെയും കൂടെ യെസ് ചാടി. താഴെ വീരില്ലടാ. താഴെ വീണ ആ മിലിറ്ററിക്കാരൻ വെടി വെച്ച് കൊല്ലുടാ. ഈ പന്നിയുടെ തല ഗൈസ്, ഈ പന്നിയുടെ തല നമ്മൾ അതിൻ്റെ ഡയറക്ഷനിൽ വെക്കണം. ഒത്തിരി കളിയുണ്ട്. നമ്മുടെ ഹലോ നെയ്ബർ 1 നമ്മൾ കുറേ കളിച്ചിട്ട് റെഡിയാക്കിയേ. ചാട് 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 ചാട്, താരോട്ട് ചാട് താരോട്ട് ചാട്. കുരുങ്ങിയടാ, അത് കുരുങ്ങിയിരിക്കുവാണ്. ഓ ഇത് പണിയാടാ. യെസ് ഫൈനലി ഐ ആം ഡൗൺ. നമുക്ക് പുള്ളിക്കാരൻ ഇവിടെ ഇവിടെ ഉണ്ടടാ. ഓ തോണ്ടറാ തോണ്ടറാ തോണ്ടറാ. ഓ മൈ ഗാഡ്, അവിടെ ഉണ്ടടാ. മണ്ടക്കാനെ കയറിയിരിക്കുന്നതാണ് നല്ലത്. പുള്ളിക്കാരൻ്റെ തോക്കുണ്ടടാ, അതാണ് സീന്. ഓ തുറന്ന് തുറന്ന് തുറന്ന്. ഓ കണ്ട കണ്ട് കണ്ട് കണ്ട്. കണ്ടടാ. ഓ ഓക്കെ പുള്ളിക്കാരൻ പോയിട്ട് ചാടാടാ. നമുക്ക് ഇതിനകത്ത് കയറി ഒളിക്കാം. ഇത് ഞാനിപ്പോഴാ ശ്രദ്ധിച്ചത്. ഓ കറക്റ്റ് ടൈമിങ്ങടാ. പുള്ളിക്കാരൻ അന്നേരം വന്നടാ. പിടിക്കല്ലേ പിടിക്കല്ലേ പിടിക്കല്ലേ. പിടിക്കല്ലേ. ഓ മൈ ഗോഡ് ഗൈസ്, ശകലം പേടിയൊക്കെ ഉണ്ടോ കളിക്കുമ്പം. പക്ഷേ ഓൾ ഈസ് വെല്ലടാ. നൻപൻ സിനിമയ്ക്കത്തെ പോലെ ഓൾ ഈസ് വെൽ. അതുകൊണ്ട് നമുക്ക് പേടിയുണ്ടെങ്കിലും ഉദാണ്ടറ വരുന്നുണ്ടോ ഇരിക്കുന്നത്. പിടിച്ച് പിടിച്ച് തൊലച്ച് തൊലച്ച് ഗൈസ്, പിടിച്ച് പിടിച്ച്. ഓ ഇല്ലടാ പിടിച്ചില്ലടാ. ഓക്കെ പുള്ളിക്കാരൻ മനസ്സിലായടാ നമ്മളിവിടെ ഉണ്ടെന്ന്. അതാണ് മച്ചാൻ ഇവിടെ പുള്ളിക്കാരൻ വരുന്നേ. അല്ലെങ്കിൽ നമ്മുടെ കളി അറിയത്തില്ലല്ലോ. നമ്മളാരാ മോൻ, നമ്മളാരാ മോൻ. ഓക്കെ ഓണ്ടറാ വരുന്നുണ്ടറാ. കണ്ടാ നമ്മൾ ഓടും. ഓക്കെ നമ്മുടെ ഈ ക്രോബാർ എടുക്കാം. ഇത് വെട്ടിപ്പൊളിക്കണം. ഓ ഇവിടെ നല്ല സുഖമാണ് ഗൈസ്. ഇവിടെ പമ്മി ഇരിക്കാൻ പറ്റും. യെസ് ഗൈസിൻ്റെ താക്കോല് നമ്മൾ തുറന്നു. ലോക്ക് തുറന്നിട്ടുണ്ട്. കണ്ടോ പുള്ളി? പുള്ളി കാണല്. ഓ വന്നടോ, വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ 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 ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. അയാളുടെ കൈ പിടി കൊടുക്കല്ല്, നമ്മൾ പിടി കൊടുക്കല്ല്.
വളഞ്ഞ് വളഞ്ഞ് നേരെ ഓടിക്കഴിഞ്ഞാൽ അങ്ങേർക്ക് വെടി വെക്കാം. നിങ്ങൾ വളഞ്ഞ് വളഞ്ഞ് ഓടണം. ദാറ്റ് ഈസ് ട്രിക്ക്. ഓക്കെ, ഈ പന്നിയുടെ തല നേരെ വെക്കണം. പന്നപ്പന്നി. ഓ, ഇതാണ് താരപ്പന്നി വന്ന് ഇപ്പുണ്ട്. ഇങ്ങനെ കൊണ്ട് സഹിക്കാനേ പറ്റത്തില്ലടാ. എടാ, അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ടാ. ഓക്കേടാ, നമ്മളിപ്പോൾ ഈ പേപ്പർ പീസ് നമ്മൾ എവിടെ കൊണ്ട് വെക്കണം? നമ്മൾ കയ്യിനെ എവിടെ കൊണ്ട് വെക്കണമല്ലോ. നമുക്കിപ്പോൾ തൽക്കാലം നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് കയറാടാ. മറ്റേ പുള്ളി വന്ന് പിടിക്കും. ഇങ്ങോട്ട് ചാടി. ഓ, ജസ്റ്റ് മിസ്. നോക്കാം, നമുക്ക് പറ്റുന്നിടം വരെ നോക്കാം. ഗൈസ്, നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഗെയിം തീർത്തേ പറ്റൂ. ഈ ഗെയിം പ്ലേ അതിനിടെ ഞാൻ കുറേ ട്രൈ ചെയ്യുന്നുണ്ടാം. ഓക്കെ, നമ്മൾ ഈ ബി എന്ന് പറയുന്ന ലെറ്റർ അവിടെ കൊണ്ട് വെക്കാൻ പറ്റുമായിരിക്കും. TV ഓണാടാ. പുള്ളിക്കാരൻ കാണുന്നില്ല, പക്ഷേ പുള്ളിക്കാരൻ എങ്ങോട്ടോ പോയി. പുള്ളിക്കാരൻ പോയ സമയത്ത് ഓതോണ്ടാ. ഓ, കണ്ട്. ഓ, കുടുങ്ങിയടാ. കുടുങ്ങി ഗൈസ്. പോയി പെട്ട്. ഓ, പിടിച്ചടാ ഗൈസ്. അങ്ങനെ കൊന്നൊന്നുമില്ലടാ. ഒരു താക്കീത് തന്നിട്ടുണ്ട്, ഇനി മേലെ ഈ വരിയിലോട്ട് വരല്ലെന്ന്. ഓക്കെ, ഇതാടാ ഫ്രണ്ട് ഡോറ്. നമ്മുടെ ഈ കത്രിയുണ്ട്, പിന്നെ വേറെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഓ, കണ്ടടാ. പിന്നെയും പുള്ളിക്കാരൻ കണ്ടു. പുള്ളിക്ക് പേരുണ്ടോ ഗൈസ്? വേണ്ടെന്ന് തോന്നുന്നു. ഓ, എടാ, നമ്മുടെ കാൽപാദം കാണാടാ. നമ്മുടെ കാലയിലൊരു മഞ്ഞ കളർ പെയിൻറ് എങ്ങാണ്ടോ ഉണ്ട് ഗൈസ്. പുള്ളിക്കാരൻ അത് തപ്പി വരാൻ സാധ്യത ഉറപ്പാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു ഈ പെയിൻറ് എന്തോ ക്ലൈമാക്സിലെന്തോ വില്ലനെയൊക്കെ സഹായിക്കും തോന്നുന്നു. ഓടിക്കോ. ഓക്കെ, കൂൾ ഡൗൺ. നമുക്ക് ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ മേളിലത്തെ നിലയിലോട്ട് എത്തിയിട്ടുണ്ടാ. ഓ, താഴെ കൂടെ നടക്കുന്നുണ്ട്. പോട്ടെ, ഇക്കാരെ കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ലടാ. ഓ, കണ്ടടാ. കണ്ട്. ഓ മൈ ഗോഡ് ഗൈസ്, കറക്റ്റ് ഫ്രണ്ടിൽ ഓട്. കറക്റ്റ് ഫ്രണ്ടിൽ തന്നെ വന്ന് നിന്നടാ. നമ്മൾ ക്ലോസറ്റിലോട്ട് അത് ഫ്രഷ് അടിച്ച് കഴിച്ച് നമ്മുടെ കയ്യിലിരുന്ന സാധനം പിടിക്കാൻ വാടാ. നീ വീടിൻ്റെ വെളിയിലോട്ട് ഇറങ്ങോടാ. വാടാ നീ ആണെങ്കിൽ. പുള്ളിക്കാരനെ തോക്കുണ്ടോ, പക്ഷെ വെടി വെക്കത്തില്ല. അങ്ങനെ നമ്മളെ കൊന്നു കഴിഞ്ഞാൽ ജയിൽ പോകണമല്ലോടാ. അത് ഏത് പട്ടാളക്കാരനാണെങ്കിലും പട്ടാളക്കാരന് യുദ്ധത്തിനൊന്നും പ്രശ്നമില്ല, അല്ലാതെ സമയത്ത് അത് പ്രശ്നമാ. ഓ, സ്ലോ വേണ്ട. പിടിച്ച്. സ്റ്റാമിന കുറഞ്ഞാണെന്ന് തോന്നുന്നു. സ്റ്റാമിനയൊക്കെ ഉണ്ടോ ഇന്നത്തെ? പിടിച്ച്.
ഗൈസ് ലക്ക് ഉണ്ടെങ്കിൽ ഇനി അടുത്ത തവണ കാണാം. എന്തായാലും ലക്ക് ചെറുതായിട്ടുണ്ട്, അങ്ങോട്ട് പോയില്ല. ഞാൻ പേടിച്ചടാ ഗൈസ്. ഞാൻ ഈ പേടിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ സംസാരിക്കത്തില്ല ഗൈസ്. പേടിക്കുമ്പം സൈലൻസിൽ നമ്മൾ നിന്ന് ഇതാണ് ഗൈസ്, പേടി വരും. അപ്പം നമ്മൾ സംസാരിക്കത്തില്ല. അതാണ് ഞാൻ അന്നേരം ഇതിനകത്തോട്ട് ഇതാകാത്തത്. മാക്സിമം ഞാനത് ഒഴിവാക്കുന്നുണ്ടാ. അപ്പോൾ ഗൈസ് ഞാൻ മാക്സിമം വീഡിയോ ഒക്കെ ആക്കാൻ ശ്രമിക്കുന്നുണ്ടാ. ഓക്കെ, നമ്മളപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്ക് വന്നിട്ടുണ്ടാ. താര മറ്റേ ആ പുള്ളിക്കാരെ നിപ്പുണ്ടാ. അതാ നമുക്ക് അതുകൊണ്ട് കറക്റ്റ് താര നിപ്പുണ്ടാ. ഇവിടെ വല്ലതും ഉണ്ടെങ്കിൽ തെള്ളിയിട്ട് അങ്ങനെ തലക്കോട്ടടിച്ച് താരക്കെടുത്തായിരുന്നടാ. അത് നടക്കുമായിരുന്നെങ്കിൽ ചില ഗെയിംസിലൊക്കെ നടക്കും, ചിലതിലൊന്നും നടക്കത്തില്ലടാ. ഓക്കെ, ഓ ഗൈസ് ദേട്രാ പുള്ളി പുറകെ ഉണ്ട്. ഓക്കെ, എല്ലാം കുഴപ്പമില്ല ഗൈസ്, എല്ലാം കുഴപ്പമില്ലാതെ. പ്രശ്നമൊന്നും ഇപ്പം അത്രയ്ക്ക് പറ്റിയിട്ടില്ല. പറ്റാതെ നോക്കണം അവിടെ. ഇതുവരെ കയറിയിട്ട് ഇവിടെ ശലം പരിപാടി ഉണ്ടോ മേളിൽ. ഓ വീരല്ലേ വീരല്ലേ. ഇവിടെ നിന്ന് വീണ ഡെഡൊക്കെ ആകും ഗൈസ്. നമ്മളെ നെയ്ബർ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ 2ാം നിലയിൽ നിന്ന് 1ാം നിലയിലോട്ട് ചാടിയിട്ടുള്ളതാ. ഓ ഇവിടെ സി ലെറ്റർ ഉണ്ടോ. സി എന്ന് പറയുന്ന ലെറ്റർ അവിടെ ഉണ്ട്. ഓ ഇതിൻ്റെ പേരെന്തുവായിരുന്നു ഗൈസ്? ഷവ്വല്. യെസ് ഗൈസ്, ഷവ്വല് കിട്ടിയിട്ടുണ്ട്. ഷവ്വലും വെച്ച് എന്താടാ പരിപാടി? നോ വേ ഗൈസ്, അറിഞ്ഞൂടാ സുഹൃത്തുക്കളെ. ക്രോബാർ താരോട്ട് തെള്ളിയിട്ടിട്ടുണ്ട്. സി ലെറ്റർ നമുക്ക് തെള്ളിയിടണം, വേണ്ട നോക്കാം. അത്യാവശ്യം വരുവാണെങ്കിൽ തെള്ളിയിടാം. ക്രോബാറുണ്ട്, നമ്മുടെ സ്ഥലമില്ല, അതാണ് ഞാൻ ക്രോബാർ തെള്ളിയിട്ട്. ഇനി ഇവിടെ നിന്ന് എങ്ങനെ ചാടും? യെസ്, ഇങ്ങോട്ട് ചാടിയിട്ടുണ്ട്. ഇവിടെ ചാടി ഉറപ്പാ ഗൈസ്, ഡെഡ് ആവും. ഇങ്ങോട്ട് ചാടാം. ഓ കറക്റ്റടാ. ശലര നിൽക്കാം, എനർജിയൊക്കെ ഒന്ന് ഇതാകട്ട്. ഓ ദൂരോട്ട് ചാടിയാലും ഇങ്ങോട്ട് താഴ്ചയാടാ. ഓക്കെ, നോ പ്രോബ്ലം ഗൈസ്. ഇവിടെ ലോക്കർ നമ്മൾ കുഴിച്ചെടുത്ത് ഗൈസ്. ഇതൊക്കെ കുഴിക്കാനുള്ള സ്ഥലമായിരുന്നു ഗൈസ്. ഇവിടെയൊക്കെ നമ്മൾ തപ്പി കുഴിച്ചിട്ടുണ്ട്. ക്രോബാർ ഇങ്ങോട്ട് വീണിട്ടുണ്ടാ. ക്രോബാർ എടുത്ത് നമുക്ക് പിന്നെയും കൈ വെക്കാം. ഓ പുള്ളിക്കാരൻ ഏതോ ഡോറ് തുറക്കുന്ന കണ്ടല്ലോടാ. കണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇതും കൂടെ. പുള്ളി ഇവിടെ ഉണ്ടെന്ന് തോന്നടാ. അതുകൊണ്ട് അതാണെന്ന് തോന്നുന്നു കൈസ്. ഓക്കെ, ഓർഡർ അവിടെ നിപ്പുണ്ടാ. ഇവിടെ ഇപ്പം 6 സാധനങ്ങളുണ്ടാ. ഓക്കെ, പുള്ളിക്കാരൻ എവിടാടാ? എടാ ഒരു പിടുത്തമില്ലടാ. ആ പൂച്ചാണ്ടി മോൻ എവിടാണെന്നൊരു പിടുത്തമില്ലടാ. ഓ മേളിൽ നിപ്പുണ്ടാ. എടാ ഞാൻ അത് കണ്ടില്ലടാ, മേളിൽ നിപ്പുണ്ടാ. ഞാനത് ശ്രദ്ധിച്ചില്ല ഗൈസ്. ഡോറ് തുറന്ന് ഓ ലോക്ക്. ഇവൻ ലോക്ക് ഇടുവടാ.
ഞാൻ അതിപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചത്, കഴിഞ്ഞ പല വീഡിയോസിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചത്, ഇപ്പോഴാണ് ഞാൻ പിന്നെ ഒന്ന് ശ്രദ്ധിച്ചത്. ലോക്ക് ചെയ്യാൻ മുമ്പേ കാര്യമാക്കിയില്ല. ഓ കണ്ടു. എടാ ലോക്കേ കൊടുങ്ങല്ലോ. അപ്പോൾ ചിലയിടത്തൊക്കെ നമ്മൾ ചാടി പോണോടാ. ചാടി പോയില്ലെങ്കിൽ ഗൈസ് പണി പാലും വെള്ളത്തിൽ കിട്ടും. നോ ഡൗട്ട്. ഇറ്റ്സ് ഓ കണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ എവിടെ വന്നാലും ഇങ്ങനെ കാണാമല്ലോ ഗൈസ്. കാണല്ലേ ദൈവമേ. ബി നമ്മളവിടെ വെച്ചടാ. ബി അവിടെ പിടിച്ചില്ലടാ. എഫ് വെക്കടാ. സി വെക്ക്. സി പിടിച്ചില്ല. പിടിക്കല്ല. അയ്യേ ഇങ്ങനെ ഒരു മണ്ടനാടാ. കുനിഞ്ഞൊക്കെ നോക്കുന്നടാ. മണ്ടനാടാ ഇങ്ങനെ. നമ്മളിവിടെ നിന്ന് കണ്ടില്ലടാ. നമുക്കെന്തോ കിട്ടി. ഇതിന് ഏത് കിണ്ടിയാ ആർക്കറിയാം. അങ്ങേറെ വായിലോട്ട് എന്ന് കേടിക്കെടുത്തല്ലോടാ. നമ്മളതിലും കഷ്ടം. അങ്ങേറെ വായിലോട്ട് ചെന്ന് കയറിക്കൊടുത്തടാ. കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ പിന്നെ ഈ കുഴി തന്നെ വന്നിട്ടുണ്ടാ. നോ പ്രോബ്ലം. എൻ്റെ കയ്യിലുണ്ട് ഗൈസ് ഗെയിം പ്ലേ കൺട്രോള് ഫുള്ളും. നോ വറീസ്, നോ ഇഷ്യൂസ്, ഇറ്റ്സ് എല്ലാം ഓക്കെ. അപ്പം പെടയ്ക്കാം ഗൈസ്. അപ്പം ഇനിയും പെടയ്ക്കുവാടാ ഗൈസ്. ശരിക്കുള്ള പെടയിലെന്ന് വെച്ചാൽ ക്ലൈമാക്സ് ആകുമ്പോൾ പെടയ്ക്കുക. അത്രേ ഉള്ളതാ. ഗൈസ് ഞാൻ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഗൈസ്. ചില ഗെയിംസ് ഞാൻ ഗൈസ് വേറെ യൂട്യൂബേഴ്സ് കണ്ടിട്ട് ഗൈസ് ഞാൻ അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞാൻ കളിക്കുന്ന ഗെയിമിൻ്റെയൊക്കെ ക്ലൈമാക്സ് വേറെ യൂട്യൂബേഴ്സൊക്കെ ഇടുന്നതൊക്കെ ഞാൻ പറയാം. അപ്പോൾ ആ സസ്പെൻസ് അങ്ങ് പൊളിയിടാം. അപ്പോൾ നിങ്ങളൊരു സിനിമ കാണുവാണെങ്കിൽ ഒരുത്തം കണ്ടിട്ട് ഇറങ്ങി കഴിയുമ്പോൾ അടുത്ത് നമ്മൾ കയറുമ്പോൾ അപ്പോൾ നമ്മളോട് വന്നൊരു ക്ലൈമാക്സിൻ്റെ ഇത് സിനിമയിൽ എന്തൊക്കെ നടന്ന് എല്ലാം പറയുവാണെങ്കിൽ അതിൻ്റെ ആ സസ്പെൻസ് അങ്ങ് പോകും. നമുക്ക് കാണുമ്പോഴാണ് നേരിട്ട് അന്നേരം അറിയുമ്പോഴാണ് ത്രില്ല് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ഭാഗത്ത് ഒത്തിരി മിസ്റ്റേക്സ് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പം അതൊക്കെ ഞാൻ തിരുത്തുവാണ്. അതുകൊണ്ട് ഇപ്പം എനിക്ക് ഓർത്തപ്പം ഞാൻ പറയാണ്. അപ്പോഴാണ് ഞാൻ മറ്റേ ഓർത്തത് അങ്ങനെ പറയില്ലെന്ന്. ഞാൻ അങ്ങനെ പറയുന്നില്ല ഗൈസ്. നിങ്ങൾ കണ്ടിട്ട് ഗെയിം അഭിപ്രായം പറ. എൻ്റെ വീഡിയോയുടെ അഭിപ്രായം നിങ്ങളാരും കമൻറ്റിലും പറയുന്നില്ല. അത് ശരി. ഇതാണ് ചിലവരൊക്കെ പറയുന്നത് എൻ്റെ വോയിസാണ് ഗൈസ്. ഞാൻ എന്തോ ചെയ്യാനാണ് ഗൈസ്. എൻ്റെ വോയിസ് ഞാൻ ജനിച്ചപ്പോൾ കുഴപ്പമില്ല. നമ്മൾ കുഞ്ഞുങ്ങളാകുമ്പം നല്ല സോഫ്റ്റാണ്. വലുതായി വരുമ്പോൾ ഇത് മാറുവിടാം. ഞാൻ 10 ആകുമ്പോഴത്തേക്കും ഗൈസ് എൻ്റെ വോയിസൊക്കെ ചിലപ്പോൾ മാറും. അതങ്ങനെയാണ്. അപ്പം അതൊക്കെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അതെൻ്റെ തെറ്റല്ല, ജന്മനാ കിട്ടിയ തെറ്റാണെന്ന് പറയുന്നില്ല. അത് ഓരോ ഇതുപോലെ ഇരിക്കും ഗൈസ്, നിമിത്തം പോലെ. അതിനെ തെറ്റ് പറയുന്ന ആരും ഇങ്ങോട്ട് കയറി വരണ്ട. പിടിച്ച് മയിര് ഗൈസ് പിടിച്ച് അങ്ങനെ എപ്പം പുറകിൽ നിന്ന് കയറി വന്നടാ. അങ്ങനെ മുമ്പിലോട്ട് പോയപ്പോൾ ഇങ്ങനെ പുറകിൽ കൂടി കയറി വരേണ്ട കാര്യമുണ്ടോ? നമ്മൾ നോക്കി കളിക്കണം ഗൈസ്. ഗെയിം ആകുമ്പോൾ ഇങ്ങനെയൊക്കെയാ. ഞാൻ പേടിച്ചില്ല ഗൈസ്. ഇതെനിക്ക് എപ്പോഴും പിടിക്കപ്പെടുന്നതാണ്. അപ്പം ഞാൻ പേടിക്കത്തൊന്നുമില്ല ഗൈസ്. കറക്റ്റടാ. കറക്റ്റ് കണ്ടില്ല, ജസ്റ്റ് മിസ്സേ. ഞാൻ അങ്ങനെ പേടിക്കുന്നില്ല ഗൈസ്. നമുക്കിതൊക്കെ അറിയാം ഗൈസ്. ഇത് വരുമെന്ന് മീൻസ് എന്തായാലും പിടിക്കപ്പെടും. അതൊക്കെ നമുക്കറിയാമല്ലോ. ഒരു ഗെയിമിൻ്റെ അകത്ത് ചുമ്മാ ജയിച്ചു പോകണമെങ്കിൽ അതൊക്കെ ചെറിയ വല്ല ഗെയിംസ് അല്ലേ ഗൈസ്. അങ്ങനെയൊക്കെ ആകത്തുള്ളൂ. ഓക്കെ ഗൈസ്. ഓക്കേടാ. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാൻ പോവാണ് ഗൈസ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ വരുന്നത്.
ഇനി തൊട്ട് വീഡിയോസൊക്കെ ഹൈ ക്വാളിറ്റി തംബ്നെയിൽസും ഹൈ ക്വാളിറ്റി വീഡിയോസാണ് ഗൈസ്. പുള്ളിക്കാരൻ അവിടെ മുമ്പേ വന്ന പോലെ തന്നെ വന്നേക്കുവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ അടുത്ത പാർട്ടായിട്ട് വരാം. കെണിയടാ അടുത്ത പാർട്ടി വരുന്നതായിരിക്കും ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കണം ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കണം ഗൈസ്. റോഡ് ടു 500K ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കണം. റോഡ് ടു 500K ആണ്. അപ്പം ഇന്നത്തെ വീഡിയോ ലൈക്ക് ടാർഗറ്റ് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, ചിലർ മറന്നെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. 7,000K ആണ് ഗൈസ്. അപ്പം നമ്മൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും അടുത്ത പാർട്ടായിട്ട്. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതുവരെ എല്ലാവർക്കും പീസ് ഔട്ട്.